അതൊരു മൈനർ കേസാണ്. ഒരു 17 വയസ്സ് സ്വന്തം മകളുടെ പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഒരു ഹോട്ടലിൽ കൊണ്ട് ഇവൻ കൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ആ കുഞ്ഞിനെ പ്രേമമെന്ന് പറഞ്ഞ് നടിച്ചിട്ട് ആ കുഞ്ഞിനെ ഭയങ്കരമായിട്ട് ആ കൊച്ചു കുറേ ഗിഫ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ പേര് ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ഇവന്റെ കൂടെ ബാംഗ്ലൂര് ഇവൻ കഞ്ചാവ് അടിച്ച് നടന്ന് ആ പെൺകുട്ടിയും കൂടെ കഞ്ചാവ് അടിച്ച്. യെസ് മിസ്റ്റർ കർമ്മ ഖാൻ, താങ്കൾ മോശമില്ലല്ലോ. ഫിറോസ് ഖാൻ, സജ്ന ഇവർ റിലേറ്റഡ് ആയിട്ട് ഇന്ന് രാവിലെ തൊട്ട് ഓൾറെഡി 2 വീഡിയോസ് ഞാൻ എൻ്റെ മറ്റേ ചാനലിലിട്ടിട്ടുണ്ട്, മെയിൻ ചാനലിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇതിൽ ചെറിയൊരു പോർഷൻ ചില കാര്യങ്ങൾ പഴയ മറ്റുള്ള ആ ഒരു ചാനലിൽ പറയാൻ വിട്ടുപോയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇന്ന് രാവിലെ മുതൽ സജ്നയുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പല വീഡിയോസ് ഫിറോസ് ഖാൻ അഗെയിൻസ്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം തുടങ്ങി വെച്ചത് ഫിറോസാണ്. എനിക്കിപ്പോൾ ഈ സജ്നയുടെ വീഡിയോ ഒരുവിധം എല്ലാം കണ്ടതിൽ നിന്ന് മനസ്സിലായത് എന്താണെന്ന് അറിയോ, ഒരുപാട് ഇവനെതിരെ സഹിച്ച് ജീവിക്കുന്ന 2 സ്ത്രീകൾ അവരെ കുട്ടികളും വെച്ച് സഹിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ഭാര്യ, ആ ലേഡി അവരൊരു വളരെ പേഴ്സണലി വളരെ പ്രൈവറ്റായിട്ടുള്ള ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അവരിതിലേക്ക് ഒന്നുമില്ല, ഒരുപാട് ബുദ്ധിമുട്ടി പീഡനങ്ങൾ അനുഭവിച്ച് അവരുടെ കാശും സ്വർണവും പണവും എല്ലാം ഈ ചങ്ങാതി അടിച്ചുകൊണ്ട് പോയി ദുരുപയോഗം ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് അവരെ ഭീഷണിപ്പെടുത്തി, അതായത് ഇവരുടെ ഏതൊരു മീഡിയ സുഹൃത്തിൻ്റെ കാര്യം പറയട്ടെ, ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് മീഡിയയിൽ പ്രസൻസ് ഉള്ളത് കൊണ്ടും സംസാരിക്കാൻ അറിയുന്നത് കൊണ്ടും ആളിത്തരം അത്യാവശ്യം നല്ല രീതിയിൽ കഴിവ് ഏറിയിട്ടുള്ള വ്യക്തി ആയതുകൊണ്ടും ഇവൻ ഈ ഒരു കണ്ടീഷനിൽ അവരെ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ സജ്ന എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ വ്യക്തി സജ്ന നൂർ ഈ ഒരു ഇതല്ല, അവർക്കും അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള മീഡിയ പ്രസൻസ് ഉണ്ട്. അവരും ഒരുപാട് സമയമായിട്ട് മുണ്ടാതെ ഇതെല്ലാം സഹിച്ച് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവൻ്റെ കാരണം കൊണ്ട് ഇവൻ 2 ദിവസമായിട്ട് ഇവൻ്റെ കർമ്മയും കുർമ്മയും എല്ലാ പരിപാടികളും കാരണം അവരവരുടെ കാര്യങ്ങൾ കംപ്ലീറ്റ് തുറന്നു പറയുന്ന സിറ്റുവേഷനിൽ രാവിലെ തൊട്ട് വീഡിയോസ് വരുന്നുണ്ട്. ഫുൾ ലെങ്ത് വീഡിയോ പോലെ ഞാനൊരു വീഡിയോ ഓൾറെഡി എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കംപ്ലീറ്റ് അതിൽ കണ്ടറിയാം. പക്ഷേ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ സ്പെഷ്യലി ഈ ഒരു ചാനൽ ചെയ്യാനുള്ള കാരണം വെച്ചാൽ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മളെ കോണ്ടൻറ്റ് നമ്മൾ ഈ ചാനലിലൂടെ ചെയ്യുന്നുണ്ട്. സ്പെഷ്യലി ഫിറോസിന് അഗെയിൻസ്റ്റായിട്ട് 2-3 വളരെ സ്ട്രോങ് ആയിട്ടുള്ള അലിഗേഷൻസ്. ഒന്ന്, പ്രായപൂർത്തിയാവാത്തൊരു പെൺകുട്ടി ഇൻവോൾവ് ആണ് ഈ ഒരു കേസിൽ എന്ന് സജ്ന പറയുന്നുണ്ട്. ആ കുട്ടിയുടെ ഐഡൻറ്റിറ്റി ഡെഫിനറ്റ്ലി എന്തായാലും പറയാൻ പറ്റില്ല, പക്ഷേ ലീഗലി ഷീ ഈസ് മൂവിങ്, ഇറ്റ്സ് ഇസ് ലൈക്ക് എ ഗുഡ് തിങ്. അതൊന്നും ശരിയുള്ള കാര്യമില്ലല്ലോ. അങ്ങനത്തെ പരിപാടികളൊക്കെ കേൾക്കുമ്പോൾ കുട്ടികളുടെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള പരിപാടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ കാണുന്നവർക്ക് അറിയാം, നമ്മൾ ഈ പറഞ്ഞ മാതിരി സഹിക്കുന്നല്ല, ഇഗ്നോർ ചെയ്യുന്ന പോലെ ചെയ്യും. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ചിൽഡ്രൻ ലൈക്ക് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് സ്റ്റോറി ഓൾ ടുഗെദർ. ഒന്നത്. രണ്ടാമത്തെ കേസ്, ഇവൻ ബിഗ് ബോസ് താരം, ഒരു ബിഗ് ബോസ് താരം, ആരാണ് ആ ബിഗ് ബോസ് താരം, അതൊക്കെ വരും ദിവസങ്ങളിൽ പുറത്തു വരുന്നുണ്ട്. ആ ഒരു ബിഗ് ബോസ് താരവുമായി ബാംഗ്ലൂർ പോയ കേസും പിന്നെ അതിൽ കഞ്ചാവിൻ്റെ ഒരു എലിമെൻറ്റും കൂടി വരുന്നുണ്ട്. യെസ്, അതുണ്ട്, മറ്റേ പുക. അപ്പോൾ ഇതിൽ പോലീസും കൂടി ഇൻവോൾവായി. ഡെഫിനറ്റ്ലി ചോദ്യം ചെയ്യണം. ഡെഫിനറ്റ്ലി നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമായി നിൽക്കുന്ന സംഭവമാണ് ലഹരിയും കൂടി ഇതിൽ ഇൻവോൾവ് ആവുന്ന സമയത്ത് ഡെഫിനറ്റ്ലി അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യണം. അപ്പോൾ എന്തായാലും എന്താണ് സജ്നയ്ക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളതെന്നുള്ളത് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ഹെർ വീഡിയോസ് വളരെ ഗൗരവമായിട്ട് കാര്യമുള്ള 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. വീഡിയോ കാണുന്നതിന് മുന്നേ പ്ലീസ് ഈ ചാനൽ മിക്കവാറും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല, കാരണം ഇതെൻ്റെ സെക്കൻഡ് ചാനലാണ്. അപ്പോൾ ടോട്ടൽ 4 ചാനലാണുള്ളത്, ഇത് സെക്കൻഡ് ചാനലാണ്. ഈ ചാനലും കൂടി ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. ഹൈപ്പ് ഓപ്ഷൻ അവൈലബിൾ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്ത് വിടാൻ മറക്കരുത്. സജ്നയുടെ വീഡിയോ കാണാം. കാരണം പുള്ളിക്കാരിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഏതോ ഒരു വീഡിയോ വന്നു, നിന്നെക്കുറിച്ച് ഇങ്ങനെ പറയൂടി, ഞാൻ അങ്ങനെ പറയൂടി, നീ അങ്ങനെ ചെയ്തു എന്ന് പറയൂടി, നീ ഏതവനോടെ പോയി എന്ന് പറയൂടി. ഇതേ സംഭാഷണം തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ഇട്ട് ഇയാൾ ഒരുമാതിരി വൃത്തികെട്ട രീതി. അവർക്ക് പേടിയാണ്, കാരണം മീഡിയയിൽ വന്ന് ഇയാൾ പറയുമ്പോൾ ആൾക്കാർ അതേ വിശ്വസിക്കത്തുള്ളൂ. അവർക്ക് മീഡിയയിൽ വന്ന് മീഡിയ പേഴ്സണായിട്ട് വന്ന് സംസാരിക്കാൻ അവരുടെ ഫാമിലി അങ്ങനെയാണ്. അവർ അത്രയും റിപ്പോർട്ടർ ഫാമിലി ആയതുകൊണ്ട് അവർക്കത് പറയാൻ പറ്റുന്നില്ല. അവർക്ക് 200-250 150 പവൻ അവർക്ക് മിസ്സായിട്ടും അവർ സഹിയായിട്ട് നിൽക്കുക. കുഞ്ഞിന് പോലും ഒരു ചെലവിന് കൊടുക്കുന്നില്ല. ഇത്രയും ചെയ്തിട്ട് പോലും ഞങ്ങൾ 2 പെണ്ണുങ്ങൾ ഇതിനകത്ത് കടന്ന് പീഡനപ്പെട്ടുകൊണ്ടിരിക്കുക. ഇയാളുടെ കണ്ണിൽ ഞങ്ങൾ വെറും വേഷ്ടികളാണ്, ഞങ്ങൾ വെറും പന്നലുകളാണ്, ഞങ്ങൾ വെറും തെണ്ടികളാണ്. പക്ഷെ ഈ തെണ്ടികളാണല്ലോ 2 കുഞ്ഞുങ്ങളെ ഞങ്ങൾ നോക്കുന്നത്. ഞങ്ങൾ കഷ്ടപ്പെട്ടാണ് വളർത്തുന്നത്. മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന് സംസാരിക്കരുത്. ഇത് കുറച്ച് ദിവസമായിട്ട് ഈ ഫിറോസിൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. അവൻ്റെ ബോഡി ലാംഗ്വേജും ഇവർ വന്ന് സംസാരിക്കുന്ന ആ ഒരു സംസാരം കൂടി, ആ ഡിഫറൻസ് വളരെ കൃത്യമായിട്ട് നമുക്ക് അങ്ങോട്ട് നിങ്ങൾക്ക് സ്ത്രീകൾ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് കണക്ട് ചെയ്യേണ്ടാവട്ടെ. എനിക്ക് ആ പറഞ്ഞ ഡയലോഗ് ഭയങ്കരമായിട്ട്, അതായത് പന്നകളാണെങ്കിലും ഈ പന്നകളാണ് നിങ്ങളെ കുട്ടികളെ നോക്കുന്നതെന്നുള്ളത്. ഞങ്ങൾ അധ്വാനിച്ചാണ് നോക്കുന്നത്. ഈ ഞങ്ങളെ കിടന്ന് എന്തിനാണ് ഈ തെണ്ടി ഇങ്ങനെ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്?
സഖി കേട്ടിട്ടാണ് ഞാൻ ഇതെല്ലാം പറഞ്ഞു പോകുന്നത്. എനിക്ക് വയ്യ. അത് കഴിഞ്ഞിട്ടാണ് തീവ്രമായിട്ടാണ് ഓരോ കാര്യം, ഇവന്റെ കാര്യങ്ങൾ, പല കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ട്. എന്റെ ലൈഫിൽ നിന്ന് എഴുതിവിട്ട ഞാൻ എന്തിനിവനെ ഞാൻ ഇതാക്കണം? എന്റെ ലൈഫിൽ ഒരാൾ വന്നിട്ടുണ്ടോ, വന്നിട്ടില്ലയോ, ഇനി ആര് വരുന്നോ, ഇവൻ എന്തിനറിയണം? ഇവൻ കാണിച്ചു കൂട്ടുന്ന പ്രോകൃതം ഞാൻ അതും കൂടെ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരാള് ഒരു കാര്യം വിവരം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ സത്യാവസ്ഥ ഞാൻ വിളിച്ചു തിരക്കിയിട്ടുണ്ട്. പക്ഷെ അതൊരു മൈനർ കേസാണ്. ഒരു 17 വയസ്സ് സ്വന്തം മകളുടെ പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഒരു ഹോട്ടലിൽ കൊണ്ട് ഇവൻ കൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ആ കുഞ്ഞിനെ പ്രേമമെന്ന് പറഞ്ഞ് നടിച്ചിട്ട് ആ കുഞ്ഞിനെ ഭയങ്കരമായിട്ട് ആ കൊച്ചു കുറേ ഗിഫ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ പേരോ ഡീറ്റെയിലോ ഒന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. അതൊരു മൈനറാണ്. അത് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാണ്, എൻ്റെ പേരിൽ ഒരിക്കലും എൻ്റെ പേര് ഇതിനകത്ത് എടുത്തിടല്ലേ, എൻ്റെ പേരിനകത്ത് എനിക്ക് കല്യാണം കഴിക്കാനുള്ള. ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് സജ്ന പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകെ എന്തെങ്കിലും കാര്യം ഉണ്ടാവും. എന്തായാലും അവർ ലീഗലി പ്രൊസീഡ് ചെയ്തിട്ടുണ്ട്. കേസായിട്ട് മുന്നോട്ട് പോവുകയാണ്. മിസ്റ്റർ കർമ്മ ഫിറോസ് ഖാൻ, എനിക്ക് തെറ്റുപറ്റിപ്പോയതാ ഒരിക്കലും ഞാൻ ആ കുഞ്ഞിനെ എൻ്റെ മകളെ പോലെ, അല്ലെങ്കിൽ ഫിറോസിന്റെ മകളെ ഞാൻ ഒരു മകളെ പോലെ, എൻ്റെ മകളെ പോലെ ഞാൻ കാണുവാണ്. ആ കുഞ്ഞിന്റെ പ്രായമുള്ള ഒരു കുഞ്ഞ് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാണ്. അതുകൊണ്ട് ഞാൻ അത് എടുത്തില്ല. പക്ഷെ ലീഗലി ഞാൻ മൂവ് ചെയ്യുന്നുണ്ട്. ആ കുഞ്ഞിന്റെ പേര് വെളിയിൽ വരാതെ ഈ ഒരു കാര്യം ഞാനതൊരു ഇതിനകത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ കുഞ്ഞിന്റെ കാര്യം തിരക്കി കണ്ട് ലീഗലി ഇവന്റെ വെളിയിൽ ഒരു മൈനർ കേസിനെ ഈ കുഞ്ഞിനെ പീഡിപ്പിച്ച കാര്യം വെളിയിൽ വരണം. ഇനി എനിക്ക് നാണക്കേടും, എനിക്കും എൻ്റെ കുഞ്ഞിനെ നാണക്കേട് നോക്കിയിട്ട് കാര്യമില്ല. അതും ഞാൻ ഇല്ല, ഇനി ഇവർ മിണ്ടാതിരിക്കേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് ലൈക്ക് ഇത് സത്യം പറഞ്ഞാൽ കുറച്ച് ദൈവത്തിൻ്റെ കയ്യൊപ്പ് എന്ന് പറയും. കാരണം എന്താ പറയുക, ഇതൊക്കെ അവസാനം അവൻ്റെ പരിപാടികൾ കൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ മുഴുവൻ പുറം ലോകം അറിയാൻ പോവുകയാണ്. ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് മൂവ് ചെയ്യട്ടെ. അത് സത്യാവസ്ഥ എന്താണെന്ന് ഈ ലോകം അറിയട്ടെ. ഇവന്റെ തെണ്ടിത്തരം വെളിയിൽ അറിയണം. അതുപോലെ തന്നെ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ഇവന്റെ കൂടെ ബാംഗ്ലൂര് ഇവൻ കഞ്ചാവ് അടിച്ച് നടന്ന് ആ പെൺകുട്ടിയും കൂടെ കഞ്ചാവ് അടിച്ച് ഇവൻ ഭയങ്കര ആർമാദിച്ച് അങ്ങനെ ഭയങ്കര രീതിയിൽ ഒരു ഹോട്ടൽ റൂം എടുത്ത് അവള് യൂസ് ചെയ്തൊരു കാര്യമുണ്ട്. ഞാൻ ആ പുള്ളിക്കാരിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ ആ പുള്ളിക്കാരിയുടെ ഡീറ്റെയിൽ ഇപ്പം പറയാതെ, ഞാൻ പുള്ളിക്കാരിയോട് സംസാരിക്കണം. എനിക്ക് ഡീറ്റെയിൽ വേണം. ഞാൻ കാര്യങ്ങൾ പറയാം. പുള്ളിക്കാരിയുടെ പുള്ളിക്കാരി മാപ്പെന്ന് പറയട്ടെ. അല്ലെങ്കിൽ എന്നെ വിളിച്ചിട്ടില്ലെങ്കിൽ ആ പുള്ളിക്കാരി ആരാണെന്നും ആ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് എന്നറിഞ്ഞ ആരാണെന്നും ഞാൻ ഇനിയും പറയും. അത് ആ പുള്ളിക്കാരിയും കൂടെ ഞാൻ വെളിയിലെടുത്തിട്ടുണ്ട് കയറിയത് വരും. അതേപോലെ തന്നെ ഒരു ആയുർവേദ ഡോക്ടറുകാരിയെ വിളിച്ചിട്ട് ഈ കൊച്ചിനെ ഇതേപോലെ മാരേജ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇയാൾ ഇത് ചെയ്യുന്നത്. മാരേജ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഫിസിക്കൽ യൂസ് ചെയ്തതിന് ശേഷം അയാൾ ഈ സ്ത്രീകളുടെ കഥ ഒപ്പം ആലോചിക്കുകയാണ്. ഇത്ര വിവരം, 17 വയസ്സ് പോട്ടെ, ഇത്ര കണ്ടാലും ഇതൊക്കെ ഒരേ ഇൻഡസ്ട്രിയിൽ കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരാകുന്ന സിറ്റുവേഷനിൽ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ആൾക്കാരെ കാണുന്ന സമയത്തും ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ലയോ? തലയിലായെന്നറിയുമ്പം ഇയാൾ നൈസിന് അവരെയും തേച്ചു. അവരും മാനസികമായിട്ട് ഇപ്പം ദുബായിലെന്താണ്ട. അത് കഴിഞ്ഞ് വേറൊരു പുള്ളിക്കാരി, അങ്ങനെ കുറേ. അതേപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഷിയാസിന്റെ ഒരു കേസിൽ ഒരു സംഭവം നടക്കുന്നുണ്ടായിരുന്നു ഒരു പുള്ളിക്കാരിയുടെ. ആ പുള്ളിക്കാരിയായിട്ട് ഇയാളും ഭയങ്കര അഫെയർ ആയിരുന്നു. അതും ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്, ആ കഥയിലുള്ളതാണ് തന്നെയാണ്. ആ പുള്ളിക്കാരിയും ഇതുപോലെ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു കിൻഡൽ പെണ്ണുങ്ങളുമായിട്ട് ഇയാള് ഫിസിക്കൽ റിലേഷൻഷിപ്പിലായി. അയാള് ചതിച്ചു പോയ ആഫ്റ്റർ ഞങ്ങള് മാറി നിന്നതിന് ശേഷം ഇപ്പം വരെ ഞങ്ങൾ ഡിവോഴ്സ് ആയിട്ടില്ല. ഡിവോഴ്സ് ആവാനുള്ള കാരണം ഇയാൾ എനിക്ക് ഡിവോഴ്സ് തരുന്നതുമില്ല. ഇപ്പോൾ ഇല്ലീഗൽ മാരേജ് ആണ് ഇയാൾ എന്നെ ചെയ്തേക്കുന്നത്. അതെല്ലാം നിയമങ്ങളായിട്ട് നടക്കട്ടെ ഈ കാര്യങ്ങളെല്ലാം. അപ്പം ഇതുവരെ നടന്ന കാര്യങ്ങൾ, ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പുറകെ വരുന്നുണ്ട്. ഇയാൾ പല ആൾക്കാരെയും വിളിച്ച് പൈസ ചോദിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നുണ്ട്. അപ്പം ഭീഷണിയാണ് ഇയാളുള്ളത്. ഇയാൾക്ക് പണത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. അതേപോലെ തന്നെ ഇയാളുടെ കൂടെ നിൽക്കുന്ന ഒരു മീഡിയക്കാരനാണ്. ആ മീഡിയക്കാരന്റെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല, എന്റെ ഇത് വെച്ചിട്ടാണ് ഞാൻ പറയാത്തത്. അയാളുമായിട്ട് ഒരു 6-7 മാസം മുന്നേ ഇത് വെൽ പ്ലാൻഡ് ആണ്. ഇങ്ങനൊരു സംഭവം ക്രിയേറ്റ് ചെയ്തെടുക്കണം, ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കണം, ഇവരുടെ ഇടയ്ക്ക് പ്രശ്നം ഉണ്ടാകും, ഈ ഒരു സാധനം പൊട്ടിത്തെറിക്കും, ആ സമയത്ത് ഈ സാധനങ്ങൾ ചെയ്യും. ഇവരുടെ കൂടെ നിന്ന ഒരു സുഹൃത്ത് തന്നെയാണ് നമുക്കിതെല്ലാം പറഞ്ഞു തന്നിരിക്കുന്നത്. തെളിവ് സഹിതമാണ് നമുക്കിതെല്ലാം കിട്ടിയിരിക്കുന്നത്. ഇതൊന്നും എന്നെക്കൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് പോയതിനു ശേഷം ഉണ്ടായതൊന്നും എനിക്കൊന്നും പ്രശ്നമില്ല. കാരണം അതിനു മുന്നേ എനിക്ക് ഫിറോസിനെ അറിയാം, എന്താണെന്നും എനിക്കറിയാം. അത് എനിക്കൊരു പ്രശ്നമേ അല്ല. പക്ഷെ ഇങ്ങോട്ട് കയറി ഇതാണ് മിസ്റ്റർ ഖാൻ, മിസ്റ്റർ കർമ്മ ഫിറോസ് ഖാൻ്റെ ലീലാവിലാസങ്ങൾ ഉയർക്കേണ്ടി വരും എന്ന് തോന്നുന്നുണ്ട്. കാരണം അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്. ഇനി ഇതിൻ്റെ ബാക്കി അടുത്ത വീഡിയോ എന്താണെന്നുള്ളത് അപ്ഡേറ്റ്സ് ആയിട്ട് വരാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.